ഹലോ അസ്സലാമു വെൽക്കം ടു ദ വീഡിയോ. ഇതില്ലേ എൻ്റെ ആദ്യ വീഡിയോ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നേ അറിയുന്നില്ല കേട്ടോ. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു പിടുത്തമില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ക്യാമറയൊക്കെ ആയിട്ട് ആദ്യം വന്നിരുന്നു കേട്ടോ പുറത്തേക്ക്. പക്ഷേ ഒന്നും കാണുന്നേ ഇല്ല, മുഴുവൻ ഇരുട്ടായിരുന്നു. ഇരുട്ടിൽ നിങ്ങൾക്ക് എന്ത് കാണിച്ചു തരാനാണ്. പിന്നെ കുറച്ചുകൂടിയും കഴിഞ്ഞ് ഒരു 6 മണിക്ക് ശേഷം വീണ്ടും വന്നതാണ്. അപ്പോഴല്ലേ നല്ല രീതിയിൽ വെളിച്ചമായിട്ട് പ്രകൃതിയൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. നന്നായിട്ടുണ്ടായിരുന്നില്ലേ കാണാൻ? എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഈ പ്രകൃതിയൊക്കെ രാവിലെ എണിച്ച് കണ്ട് അവിടെ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമോ ചായയൊക്കെ കുടിക്കുമ്പോൾ അതൊരു സുഖം വേറെയാണ്. അപ്പോൾ ഞാൻ കാണുന്നതെല്ലാം നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ. ആദ്യം തന്നെ രാവിലെ എണീറ്റിട്ട് കുട്ടികൾക്ക് രണ്ടാൾക്കും ഞാൻ സ്മൂത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാറ്. അവർ ചായ കുടിക്കാറില്ല. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ഞാൻ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാൻ കൊടുത്തു. അവരത് കഴിച്ചിട്ട് പോയിട്ടാ. അവർ കരാട്ടയും തൈക്കൊണ്ടോ അങ്ങനത്തെ ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നവരാണ്. കുറച്ച് ബാക്കി വന്നു, അത് ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈ സ്മൂത്തിയാണ്. ബാക്കി വന്നില്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കുക ചെയ്യുക. ഇനി ഞാനിതിന്ന് കുറച്ച് കുടിച്ച ശേഷം വേഗം എൻ്റെ പണികളൊക്കെ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് എനിക്ക് അത്യാവശ്യത്തിലേറെ വർക്ക് ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ നമ്മൾ വീട്ടിലെ ക്ലീനിങ്, അലക്കൽ അതൊക്കെ ചെയ്യണം. അതുകൂടാതെ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ. സ്കൂളൊക്കെ തുറക്കാറായ അവസ്ഥയ്ക്ക് എനിക്ക് നിറയെ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബ്ലൗസും അതോടൊപ്പം സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണി വേഗം തീർക്കണം. പണി വേഗം തീർത്താൽ തന്നെയാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഇന്നലെ കഴുകി വെച്ച പാത്രമാണ് ഈ പെറുക്കി എടുത്ത് വയ്ക്കുന്നത്. അതൊക്കെ വെള്ളം വാർന്ന ശേഷം സ്റ്റാൻഡിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ടിനി അടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴുകി വെച്ച ശേഷമാണ് അലക്കാനൊക്കെ പോവുക കേട്ടോ. വേസ്റ്റ് കളയാൻ പോകണം, അലക്കാനും പാൽപാത്രം കൊണ്ട് വെക്കണം. പാൽക്കാരൻ ഇപ്പോൾ വരും. ഇതൊക്കെ ഇനി നമ്മൾ പുറത്ത് പോകണം. പുറത്തുള്ള പണികളാണ് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്. സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത്, സ്കൂൾ പൂട്ടിയ ശേഷം ഞാൻ ഇങ്ങനെയാട്ടോ വർക്ക് ചെയ്യൽ. ആദ്യം നമ്മൾ പുറത്തെ വർക്കുകളൊക്കെ ചെയ്യും, എന്നിട്ട് വന്ന ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ഇപ്പോൾ 6 മണിയല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ താഴെ പോയിട്ട് നമ്മൾ അലക്കി കഴിഞ്ഞ് വേസ്റ്റൊക്കെ കൊട്ടി പാലൊക്കെ ആയിട്ട് നമ്മൾ മേലെ വന്ന ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. സൂര്യൻ ഉദിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അലക്കാനേ പറ്റില്ല കേട്ടോ. ഈ കല്ലിൻ്റെ അടുത്ത് നല്ല വെയിൽ വരും. ഇപ്പം തന്നെ വെയിലായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഈ കുളത്തിലാട്ടോ ഞാൻ വേസ്റ്റ് കൊട്ടാൻ വരുന്നത്. ഇവിടെ മീൻ വളർത്തുന്നുണ്ട്. മീനിന് തീറ്റയായിട്ടാണ് നമ്മൾ വേസ്റ്റ് കൊട്ടുന്നത്. എല്ലാ വേസ്റ്റും കൊട്ടൂല. കിച്ചൺ വേസ്റ്റ്, നമ്മൾ പച്ചക്കറി കട്ട് ചെയ്തത്, അതേപോലെ ചോറിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കൊണ്ട് കൊട്ടി കൊടുത്താൽ ഇവിടുത്തെ മീനുകളൊക്കെ കഴിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഇടയിൽ മഴയൊക്കെ വരുന്നുണ്ട്. വേനൽക്കാലത്ത് തീരെ മഴയെ പെയ്തിരുന്നില്ല. 2 മാസം മഴ തന്നെ ഇല്ല. പക്ഷേ ഇപ്പോൾ ഇടവ മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ 2-3 മഴയൊക്കെ നന്നായിട്ട് കിട്ടി. എന്നാലും ഇവിടുത്തെ ചൂടിന് ഒരു കുറവില്ല. നല്ല ചൂടാണ്. രാവിലെ ഉദിച്ചു വരുന്ന ചൂട് തന്നെ സഹിക്കാൻ വയ്യാട്ടാ. ഇനിയിപ്പോൾ പുറത്ത് പണിയൊക്കെ കഴിഞ്ഞു. ഇനി പുറത്ത് പണിയൊന്നും ഉണ്ടാവില്ല. ഇനി പുറത്ത് ഒരാവശ്യത്തിന് പോകണ്ട. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്ത് പോയാൽ മതി. ഇനി വീട്ടിനകത്താണ് മുഴുവൻ പണിയും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് മുതൽ എല്ലാ വർക്കും ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കും കേട്ടോ. അപ്പോൾ നേരത്തെ എണ്ണ തേച്ച് വയ്ക്കുകയാണ്, തലയിൽ എണ്ണ തേക്കുകയാണ് ഞാൻ. ഈ രാമച്ചം വേരൊക്കെ ഇട്ടിട്ടുള്ള എണ്ണയുണ്ടല്ലോ, അതാട്ടോ യൂസ് ചെയ്യണത്. നല്ല മുടി വളരാനും മുടിക്ക് നല്ല തണുപ്പ് കിട്ടാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ എല്ലാവരും തുടച്ചെടുക്കും കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ തുണി കൊണ്ട് തുടച്ചെടുക്കും. എന്നിട്ടാണ് എൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. മാക്സിമം സിമ്പിളായിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുക. ഇന്ന് അതേപോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് ഇഷ്ടുക്കറിയും ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ തിരക്കിലാണെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റില്ല. നമ്മുടെ തിരക്കിന് കറക്റ്റായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തും വേണം. കുട്ടികളുടെ കാര്യം കറക്റ്റായി നോക്കണം. അതിന് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം കേട്ടോ. രാത്രി കിടക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യണം. രാത്രി നമ്മളൊരു 10 മിനിറ്റ്
ചിന്തിക്കുകയാണെങ്കിൽ രാവിലെ നമ്മുടെ എല്ലാ വർക്കുകളും ഈസി ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ കേട്ടോ ഫോളോ ചെയ്ത് വരുന്നത്. നേരത്തെ ഒന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാനൊക്കെ കിട്ടുന്നതുകൊണ്ട് സമയം വേണമല്ലോ. അപ്പോൾ ഞാനിപ്പോഴൊക്കെ അങ്ങനെ തന്നെ ചെയ്യൽ. രാത്രി ഇപ്പം നമ്മൾ എന്തെങ്കിലും പിറ്റേ ദിവസത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം പറഞ്ഞാൽ രാത്രി നമ്മൾ പ്ലാൻ ചെയ്യുക, ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക. ഇപ്പോൾ ചപ്പാത്തി ഇഷ്ടക്കറി ആണെങ്കിൽ എന്തെങ്കിലും അതിന് കുറവുണ്ടെങ്കിൽ രാത്രി തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പുറത്ത് പോകുമല്ലോ, അവരോട് വിളിച്ച് പറയുക ഇങ്ങനെ ഇത് കൊണ്ടുവരണം, ഇപ്പോൾ കടുകില്ലെങ്കിൽ കടുക് കൊണ്ടുവരണം, അങ്ങനെ പറഞ്ഞാൽ അവർ വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് രാത്രി എല്ലാം സേവ് ചെയ്ത് വെച്ചാൽ രാവിലെ ഈസി ആയിട്ട് നമ്മുടെ എല്ലാ വർക്കുകളും ചെയ്ത് തീർക്കാൻ പറ്റും. പ്ലാനഡ് ആയിരിക്കണം. രാത്രി നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്താൽ രാവിലെ വേഗം വർക്ക് ചെയ്ത് തീരും. പണിയല്ല പ്രശ്നം, പണി വേഗം തീരും. ഈ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനാണ് നമ്മൾ സമയം കളയുന്നത്. എന്ത് ചെയ്യണം, ഇപ്പോൾ എന്താണ് ഉണ്ടാക്കുക എന്നിങ്ങനെ ഇരുന്ന് ആലോചിക്കും രാവിലെ എണിച്ചിട്ട്. ആ പരിപാടി അങ്ങോട്ട് നിർത്തിയിട്ട് രാത്രി ചിന്തിച്ചിട്ട് രാവിലെ വേഗം കുക്ക് ചെയ്ത് നോക്കൂ. ഇനി വർക്കില്ലാത്തവരാണെങ്കിലും പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറേ സമയം ഉണ്ടാതിരിക്കുക കേട്ടോ. ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വലിയ ജീരകം, ഒരു സബോള കട്ട് ചെയ്തത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല ഇളക്കുക കേട്ടോ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് അത്യാവശ്യമുള്ള മസാലകളൊക്കെ ഇടണം. ഇനിയിപ്പോൾ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ പാത്രങ്ങളൊക്കെ ബാക്കിയുള്ളതും കൂടെ എടുത്ത് വയ്ക്കുകയാണ്. വെറുതെ മിണ്ടാതെ നിൽക്കുന്നതിന് സമയം ആ ഒരു ടൈം ഉണ്ടെങ്കിൽ ബാക്കി ചെറിയ ചെറിയ പണികൾ, പാത്രം ഉണ്ടെങ്കിൽ അത് കഴുകുക, അവിടെ എവിടെയെങ്കിലുമൊക്കെ തുടയ്ക്കാനുണ്ടെങ്കിൽ അത് തുടയ്ക്കുക. ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ. പണിൻ്റെ ഇടയിൽ കൂടെ വേറെ വർക്കുകളും ചെയ്യും. ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് പല ചിന്തകളും വരും. മനുഷ്യന്മാരല്ലേ, കുറച്ച് വിഷമമുള്ള ചിന്തകൾ വരും, ഒരുപാട് സങ്കടങ്ങൾ വരും, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും. നമുക്ക് നല്ല കാര്യങ്ങൾ എപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾ ചിന്തിക്കാനേ സമയം ഉണ്ടാവില്ല. എപ്പോഴും വേവലാതിയും വിഷമങ്ങളും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ ടൈം കൊടുക്കാനേ പറ്റില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു മൂപ്പിച്ച സബോളയും അതൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ മുളക് പൊടി 1 സ്പൂൺ ഇട്ട് മൂപ്പിച്ചിട്ടുണ്ട്. അത് നല്ല മൂത്ത ശേഷം ഉരുളക്കിഴങ്ങും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വേവിച്ച ആ ഒരു കുക്കറിൽ ഞാൻ വേവിച്ചില്ലേ, അതിനെ നല്ല വെന്ത ശേഷം നമ്മൾ ഉടയ്ക്കുക. ചെറുതായിട്ട് സ്പൂൺ കൊണ്ട് ഉടച്ചിട്ട് ഇതിലേക്ക് എടുത്ത് കൊട്ടുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഇഷ്ടക്കറി റെഡിയായി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ്, എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ ഒരു എന്താവുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അതേപോലെ എൻ്റെ സംസാരം എവിടുന്നോ തുടങ്ങി എവിടെയോ എത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ ഓക്കെ ആവോ അതോ ഇതിപ്പോൾ മോശമാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതന്നെ ഇപ്പോൾ എത്ര പ്രാവശ്യം സംസാരിച്ചിട്ടാണെന്നറിയോ നമ്മൾ ഇവിടം വരെ എത്തിയത്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും പറയും ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണെന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. വീഡിയോ ഇടാനും അതിൻ്റേതായിട്ടുള്ള കഷ്ടമുണ്ട്. പുറത്ത് വർക്കിന് പോകുന്ന പോലെ തന്നെ വർക്കിന് പോകുന്നവർക്കും കഷ്ടമുണ്ട്. വീട്ടിലിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനും കഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒന്നും വെറുതെ അങ്ങോട്ട് നടക്കൂലല്ലോ. കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് റസ്ക്കും കടിക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാൻ പോകണം കേട്ടോ. മൊത്തത്തിൽ പൊതുവേ എല്ലാവരും പച്ചവെള്ളത്തിലാണ് മാവ് കുഴയ്ക്കുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല. വെള്ളം തിളച്ച ശേഷം ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഞാൻ മാവ് കുഴയ്ക്കാറ്. വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വെള്ളത്തിന് ആദ്യം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം വെച്ചിട്ടാണ് ഞാൻ മാവ് കുഴയ്ക്കാറ്. അപ്പോൾ എന്താണെന്നറിയോ, നമുക്ക് ഈ പൊറോട്ട പോലെ വലിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. കുട്ടികൾക്കും വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കഴിക്കാൻ നല്ല സുഖമാണ്. ഞാനിങ്ങനെ 1 കിലോ മാവ് മുഴുവൻ എടുത്തിട്ട് ആദ്യം ചപ്പാത്തി മാവ് 1 കിലോന് എടുക്കും. എന്നിട്ട് എല്ലാം നമ്മൾ പരത്തിയിട്ട് ഇങ്ങനെ വെക്കും. ഫുള്ളായി പരത്തിയിട്ട് ഇങ്ങനെ ആദ്യം പൊടിയിട്ട് പിന്നെ മാവിട്ട് പിന്നെയും പൊടിയിട്ട് പിന്നെയും പൊടിയിട്ട് പിന്നെയും ചപ്പാത്തി പരത്തി മാവ് വെച്ച് പിന്നെയും അങ്ങനെ ആയിട്ട് ഇങ്ങനെ പരത്തി നമ്മളൊരു ബോക്സിലാക്കും. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം ചുട്ടെടുത്ത് കഴിച്ചിട്ട് ബാക്കി വരുന്ന മാവുണ്ടല്ലോ അതങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ട് ബോക്സിലാക്കി സൂക്ഷിക്കും കേട്ടോ. ശരിക്കും നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പഠിച്ചാൽ നമുക്കെല്ലാം ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ വർക്കും ചെയ്യുക, എല്ലാ ഭാഗത്തും എത്താൻ പറ്റും, എല്ലാ വർക്കും ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും വർക്കിന് പോകുന്ന സ്ത്രീകളാണെങ്കിൽ വർക്ക് ചെയ്യുക, മിണ്ടാതിരുന്ന് വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പക്ഷേ നമ്മുടെ ടൈമാണ് നമ്മുടെ മെയിൻ പ്രശ്നം. ഈ ടൈം മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് പ്ലാനിങ് ആണ്.
ഞാൻ പറഞ്ഞില്ല നേരത്തെ എല്ലാ കാര്യം പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഒരു 8-9 മണിയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാ വർക്കും കഴിഞ്ഞ് ഫ്രീ ആയി നമുക്കിരിക്കാം. ഈ ടൈം മാനേജ് ചെയ്യാനും അതേപോലെ കിച്ചണിലെ പണികളൊക്കെ വേഗം കഴിഞ്ഞ് മിണ്ടാതിരിക്കുന്ന കാര്യങ്ങളും അതേപോലെ ചെറിയ ചെറിയ ടിപ്സുകൾ എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ വരും വീഡിയോകളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സംസാരത്തിൽ ചെറിയൊരു ഇടങ്ങേറൊക്കെ ഉണ്ട്. സംസാരിക്കാൻ ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പോകെ ശരിയാവുമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം, എല്ലാം നമുക്കൊരു കൈ ചെയ്ത് നോക്കണ്ടേ. അതുമല്ല, സാധാരണ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ നാടൻ ഭാഷ സംസാരിക്കും. പക്ഷേ മൊബൈലിലൊക്കെ നമ്മളൊരു വീഡിയോയിലൊക്കെ സംസാരിക്കുമ്പോൾ ഇത് ഏതാണ് എന്താ പറയുന്നൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയും. ഇപ്പം തന്നെ നാടൻ ഭാഷ ഇങ്ങനെ ഇടയിൽ എത്തി നോക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ഇനി നിങ്ങൾക്ക് ചപ്പാത്തിയും ഇഷ്ടുകറി ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഡീപ്പായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അയച്ചു വിടാൻ ശ്രമിക്കുക. അതേപോലെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ഭാഷ പാലക്കാടൻ ഭാഷ ആയതുകൊണ്ട് അതിൻ്റെ സ്ലാങ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അതുകൂടാതെ നമ്മൾ തമിഴ്നാട് സൈഡിലാട്ടെ താമസിക്കുന്നത്. അപ്പോൾ തമിഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമിഴിൻ്റെ ആ ഒരു ചൊയ്യ ഇടയ്ക്കിടയ്ക്ക് വരും. കുറച്ച് സ്പീഡായിട്ട് സംസാരിക്കുന്ന ആളാട്ടോ ഞാൻ. അതെല്ലാം കൂടി ഇത്രയും മൈനസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അതിൻ്റേതായിട്ടുള്ള ആ ഒരു മൈനസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് ക്ഷമിക്കുക. ഇനി പോകെ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഇപ്പോൾ എൻ്റെ മോൻ വന്നുട്ടാ. ഇവിടെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ആളെത്തി എന്നെ ഹെൽപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ, വേണ്ടത് മാത്രം ഇത്രയും ഉണ്ടാക്കി കഴിക്കൂട്ടോ. ഓരോർക്ക് എത്ര വേണോ അവർക്ക് മാത്രം ഉണ്ടാക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള മാവിനെ ഞാൻ എടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കണ്ടല്ലോ. ഇത് ചപ്പാത്തി പരത്താ ചൂടാന്നൊക്കെ പറഞ്ഞാൽ നല്ല കഷ്ടമുള്ള വർക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ 1 കിലോനൊക്കെ നമ്മൾ പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നിൽക്കും, കേടേ വരില്ല. പക്ഷേ ഇങ്ങനെ ആവശ്യമുള്ളത് ഇപ്പോൾ ഓരോരുത്തർക്ക് എത്ര വേണ്ടത് പറഞ്ഞാൽ അതിനെ മാത്രം ചുട്ടു കൊടുത്തിട്ട് ബാക്കി ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 3-4 ദിവസത്തേക്കൊക്കെ നിൽക്കട്ടെ സുഖമായിട്ട്. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കലും ചപ്പാത്തി കഴിക്കുന്ന തിരക്കൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. എനിക്ക് ചപ്പാത്തി ഇല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്മൂത്തി ബാക്കി ഉണ്ടായിരുന്നു എന്ന്, അതാണ് ഞാൻ കഴിച്ചത്. കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്തിട്ട് ബാക്കി മാവിനെ ബാക്കിയുള്ളത് ഞാൻ എടുത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഈ ഇഷ്ടുകറിയും ഈ ചപ്പാത്തിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടേ വരില്ല കേട്ടോ ഇത് കഴിക്കാൻ. ചപ്പാത്തി എത്ര കഴിച്ചാലും മതിയാവില്ല ഇങ്ങനെ കഴിച്ചാൽ. വരും വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് ബ്യൂട്ടി ടിപ്സുകൾ പറഞ്ഞു തരാം. പിന്നെ കുറേ മൾട്ടിപ്പിൾ ആക്ടിവിറ്റികളൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്തുള്ള പ്രകൃതിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീഡിയോയിൽ ഞാൻ കുറച്ച് അതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി എല്ലാ അകമൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടാ എൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഞാൻ ഇനി സ്റ്റിച്ച് ചെയ്യാതിരിക്കുകയാണ്. ഒരു 9 മണിക്ക് 10 മണിക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ ഏകദേശം ഞാൻ ഒരു 12 മണി വരെയൊക്കെ ഒരേ ഇരുത്ത് അങ്ങനെ ഇരിക്കും കേട്ടോ. എണിക്കുന്നില്ല. പിന്നെ എനിക്ക് പണിയില്ലല്ലോ, ഇനി എണിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പിന്നെയാണ് നമ്മൾ കിച്ചണിൽ പോയിട്ട് ഉച്ചയ്ക്കുള്ള മീൻ പൊരിക്കുക, പിന്നെ നിസ്കരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും വന്ന് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് നേരം എനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരും. ഒരു 5-10 മിനിറ്റ് ഉറങ്ങിയിട്ടാണ് ബാക്കി വർക്കുകളൊക്കെ ചെയ്യാട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഒരു സാരി സ്റ്റിച്ച് ചെയ്തെടുത്താണ്. ഇത് എടുത്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ നൂലും ആ നൂലും തമ്മിൽ ചേർച്ച തന്നെ ഇല്ല. ഇത് നമുക്ക് കാണും കേട്ടോ. സ്റ്റിച്ച് ചെയ്താൽ ബോറായിരിക്കും. പിന്നെന്താണെന്നറിയോ, പിന്നെ സാരി ഇരിക്കുന്നത് ഒരു ക്രോസ് കട്ടിങ് രീതിയിലാട്ടോ. അതിന് നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ പണി കിട്ടും. ഇപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് നിറയെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. റെഡിമെയ്ഡ് ബ്ലൗസുകൾ, പിന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ബ്ലൗസുകൾ, പിന്നെ ഇനി സ്കൂളിൻ്റെ യൂണിഫോം വേറെ അവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. ഇതാണ് കേട്ടോ ആദ്യം കിട്ടിയത്. ഇവർക്ക് വേഗം കൊടുക്കുകയും വേണം. ഇത് ചെയ്ത ശേഷമാണ് നമ്മൾ വേറെ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ സ്കൂളും തുറക്കാൻ പോകണമല്ലോ.
എല്ലാവർക്കും തിരക്കാണ്, എല്ലാവർക്കും വേഗം വേഗം കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇത്തിരി വേഗത കൂട്ടണം എല്ലാ കാര്യത്തിനും. പിന്നെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടാ. ഇനി അടുത്ത വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് താങ്ക്സ് കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ.